പുറത്ത് ഇങ്ങോട്ട് നാളെ നേരം പുറത്തേക്ക് പോകണം. ആ ചെരുപ്പ് പുറത്തു കൊണ്ടേ വിടും മാഷേ. ചെരുപ്പ് പുറത്തേക്കണോ? എന്നൊരു ബോർഡ് എഴുതി വെക്കണ്ടേ? ഇമാർക്ക് ഈ ബോർഡ് പുറത്തെഴുതി വെക്കണം പറയണ കാര്യം എന്താണ്? ഒരു ഓഫീസിലേക്ക് വരണ മര്യാദ ഇല്ലേ? എന്താണ് മര്യാദ? നിങ്ങൾക്ക് എന്താ ആവശ്യം ഇപ്പോ? എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ എന്ന് പറയും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? നടപടിക്രമങ്ങൾ അറിയണോ അതോ വരുമാന സർട്ടിഫിക്കറ്റ് വേണം? വരുമാന സർട്ടിഫിക്കറ്റ് വേണം. എന്നാ പിന്നെ അത് പറയും. എന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവന്നുണ്ടോ? എന്തത്? റേഷൻ കാർഡും കരടച്ച രസീതൊക്കെ കയ്യിലുണ്ടാ? ഉണ്ടെങ്കിൽ എടുക്ക്. എന്നതാ അവിടെ കൊടുത്തു? അവിടെ കൊടുത്തു, അവരാണ് നോക്കണത്. പിന്നെ എടുക്കുന്ന പറഞ്ഞാൽ എന്തിനാണ്? എടുക്കുന്ന പറഞ്ഞ സാധനം ഉണ്ടോന്ന് അറിയണ്ടേ? അവിടെ കൊടുക്കുന്ന പറഞ്ഞാൽ പോരെ? അവിടെ കൊടുക്കുന്ന കൊടുത്തോ? വെറുതെ ആളെ തിരിക്കണല്ലേ? ഞങ്ങൾ അവിടെ കൊടുക്ക്, കാര്യം പറഞ്ഞാൽ പോരെ. ശബ്ദം ഉണ്ടാക്കല മാഷ, ഒരു ഓഫീസാണത്. അതെനിക്കറിയാം. ഇതിന്റെ അപേക്ഷ എവിടെ? അപേക്ഷ ഉണ്ട്. അപേക്ഷ തരാതെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരില്ലാന്ന് എനിക്കറിയാലോ. പിന്നെന്താ? തരൂ. അപേക്ഷ തരാൻ സമയമായോ? ഇല്ലേ? പോക്കറ്റിലാണ്. എഴുതിയ സമയത്ത് ഞാൻ പോക്കറ്റ് ചുരുട്ടാണ്. ഇതെന്തിങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട്? നിങ്ങളുടെ ആരായി സത്യശീലൻ? എന്റെ ആരും അല്ല സത്യശീലൻ. സത്യശീലൻ ഞാൻ തന്നെയാണ്. പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ല, അതന്നെയാണ് ഇപ്പൊ എന്റെ കുഴപ്പവും. അല്ല, ആധാറുണ്ടോ? ആധാരൊക്കെ ഉണ്ട്. തരൂ. തരില്ല, കൊണ്ടുവന്നിട്ടില്ല, വീട്ടിലാണേ. ഡ്രൈവിംഗ് ലൈസൻസോ? പിന്നെന്താ? അപ്പൊ അത് മതി. എല്ലാ വണ്ടി ഓടിക്കും ഞാൻ. 2 വീലർ ഓടിക്കും, 4 വീലർ ഓടിക്കും, 3 വീലർ ഓടിക്കും, ലോറി ഓടിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് മാത്രം. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്ക്. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടേ? വരുമാന സർട്ടിഫിക്കറ്റ് വേണം. വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യമില്ലാതെ എനിക്കറിയാലോ. അത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല കേട്ടാ. സാധനം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് എടുത്ത് കൊടുക്കുക, കാര്യം നടക്കണമെങ്കിൽ. എന്ത് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്താണ്? അതെന്താ വെച്ചാലേ, ഈ അപേക്ഷ പ്രോസസ് ചെയ്യണതിന് മുമ്പേ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം. എന്തൊക്കെയാ നിങ്ങൾ പറയണത്? എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തരുമോ? ചേട്ടാ, വീട്ടിൽ നിന്ന് ആരും വേറെ വരാനില്ല ഇത് മേടിക്കാനായിട്ട്? വീട്ടിൽ നിന്ന് വരാനൊക്കെ ഉണ്ട്, വീട്ടിലാൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് കാര്യം. 2-3 സഹോദരങ്ങളുണ്ട്, അവരൊക്കെ കല്യാണം കഴിഞ്ഞു, അവരൊക്കെ മാഷന്മാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ ഭാര്യമാരുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് കൃഷിപ്പണിയാ. 10ാം ക്ലാസ് പഠിച്ച സമയത്തൊക്കെ 10ാം ക്ലാസ് തോറ്റു തന്നെ പറയാം. മാർക്കൊക്കെ കുറവാണ്, പിന്നെ തോക്കുമല്ലോ. അപ്പോൾ പാടത്ത് പണിക്കിറക്കാൻ പറഞ്ഞു. അങ്ങനെ പാടത്ത് പണിക്കിറങ്ങി. പിന്നെ 2-4 പോത്ത് പയ്യ് അങ്ങനെ അതിൻ്റെ കൂടെ കെട്ടി മറിഞ്ഞു. ഞാനിപ്പോൾ കൃഷിയിലാണ്. ഇപ്പം ഞാൻ അധ്വാനിച്ച് കൊണ്ടുവരുന്നത് എല്ലാവരും കൂടി തിന്നും. അപ്പോൾ വരുമാനമൊക്കെ കുറവാണ്. അപ്പോൾ അവരൊക്കെ പറയണപ്പോൾ ഞാനൊരു പൊട്ടനാണെന്നാണേ. അല്ല, അതിപ്പോൾ പൊട്ടൻ തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ വക പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. എല്ലാവരെയും ഇങ്ങനെ പോയിട്ടുള്ളൊരു പൊട്ടനാ. അല്ല, ഇതൊക്കെ പോട്ടെ. നിങ്ങൾ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, നമുക്ക് കാര്യത്തിലേക്ക് വരെ. അതെ, വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം. ഇതെന്ന് ചേട്ടന്റെ ബയോഡേറ്റ ഒക്കെ വെച്ചിട്ടേ. എന്ത്? അത് ചേട്ടന്റെ വിശദ വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടേ. അതാണ് വൺ ടൈം രജിസ്ട്രേഷൻ. ആ സമയത്ത് ഒരു നമ്പർ കിട്ടും, പിൻ നമ്പർ. ആ നമ്പർ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഇവിടെ വന്ന ഏത് ആപ്ലിക്കേഷനും എളുപ്പത്തിൽ അയക്കാം. നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തേക്ക് കയറും. അപ്പൊ ഒരു നമ്പർ തരും. പക്ഷെ ആ നമ്പർ കിട്ടണമെങ്കിലേ എനിക്ക് ID പ്രൂഫ് ഒക്കെ ഒന്ന് തന്നെ. എന്താണ്? ഈ തിരിച്ചറിയൽ രേഖകളില്ലേ, അതുണ്ടല്ലോ. വീട്ടിലല്ലേ? അത് വീട്ടിലാ. ഇങ്ങോട്ട് കൊണ്ടുവരണം. നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യും, ഈ വരുമാനത്തിന്റെ ആ സർട്ടിഫിക്കറ്റ് ഒന്ന് എനിക്ക് തന്നാ മതിയെന്ന്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ കൊടുത്ത് കാണിച്ച പോരെ? ചേട്ടാ, അതില്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് പറ്റില്ല അല്ലേ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരാം. അതിലെന്താവുക, ഞാൻ നിങ്ങൾ വരുമ്പോഴേക്കും ഇത് പൂട്ടിപ്പോരുത്. ഇല്ല, ഇവിടെ 5 മണിക്ക് അടയ്ക്കുള്ളൂ. 5 മണിന്റെ ഉള്ളിൽ വരും. 5 മണിക്ക് മുമ്പ് പോരും. 5 മണിന്റെ ഉള്ളിൽ വരും കേട്ടാ. ഞാൻ അഥവാ 5 മണി ആയി എന്ന് വിചാരിക്കുക. അപ്പൊ ആ നമ്പർ തന്നു കഴിഞ്ഞാലേ ആ നമ്പറാണ് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ വേഗം നടക്കുമോ ചേട്ടാ?
ചേട്ടൻ ഇതൊക്കെ കൊണ്ടുവന്നാലാണ് ഈ നമ്പർ തരാൻ പറ്റുള്ളൂ. ഓ കേട്ടാ, അത് ഞാൻ പറഞ്ഞിട്ടോ, അത് ഞാൻ മറന്നുപോയി. അത് മറന്നുപോയി. വരുമ്പോ ഇതൊക്കെ കൊണ്ടുവരണേ. ഈ ആപ്ലിക്കേഷൻ പഠിക്കുന്നോട്ടെ, എന്നാ ഞാൻ വേഗം വരാം കേട്ടോ. ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. അല്ല, ഇത് കൊണ്ടോക്കോ, വരുമ്പോ കൊണ്ടുവന്നാ മതി. അതെയോ? ഇവിടെ കാണാതെ പോയാലോ? ആ ശരി ശരി, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ശരി ചേട്ടാ, ഷർട്ട് ശരിക്കിട്ട് പോ. ഷർട്ട് ചുളുങ്ങിയിരിക്കണം ഷർട്ട്. ഓ, അത് കുഴപ്പമില്ല.